കോൺഗ്രസിന് ഇപ്പോഴും ഒരു കാര്യം മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്ന് ഒരാൾ വളരെ വ്യക്തമായ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചാൽ ആ കാര്യം എന്താണെന്ന് മനസ്സിലാക്കി തിരുത്തുന്നതിന് പകരം ആ വ്യക്തിയെ തന്നെ കുറ്റപ്പെടുത്തുക. അതാണിപ്പോൾ കോൺഗ്രസ് ചെയ്യുന്നത് എന്ന് തോന്നിപ്പിക്കുന്നതാണ് ശശി തരൂരിനെതിരെയുള്ള KC വേണുഗോപാലിന്റെ പ്രതികരണം കണ്ടപ്പോൾ തോന്നുന്നത്. ശശി തരൂർ BJP അനുകൂലിച്ച് സംസാരിച്ചുവെന്നാണ് ഇപ്പോൾ ആരോപണം. അതായത് BJPക്ക് സുഖിക്കുന്ന രീതിയിൽ സംസാരിക്കരുതെന്നാണ് പറഞ്ഞു വരുന്നത്. പക്ഷേ ഇവിടെ യഥാർത്ഥ ചോദ്യം അതാണോ? ശശി തരൂർ പറഞ്ഞതിന്റെ ഉള്ളടക്കം എന്തായിരുന്നുവെന്ന് ഒന്ന് പരിശോധിക്കാൻ കോൺഗ്രസ് തയ്യാറായിരുന്നു. അതോ ശശി തരൂർ പറഞ്ഞുവെന്ന ഒറ്റ കാരണത്താൽ തന്നെ അത് BJPയുടെ വാക്കുകളായി മുദ്രകുത്തി രക്ഷപ്പെടാനാണോ ശ്രമം? ശശി തരൂർ പറഞ്ഞത് എന്താണ്? ജെൻസി തലമുറയുടെ ശബ്ദം കേൾക്കാൻ കോൺഗ്രസിന് കഴിയുന്നുണ്ടോ എന്ന് ആത്മപരിശോധന നടത്തണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. BJPക്ക് ജെൻസികളുടെ ശബ്ദമായി മാറാൻ കഴിഞ്ഞെങ്കിൽ അതേ രീതിയിൽ കോൺഗ്രസിന് എന്തുകൊണ്ട് സാധിച്ചില്ല എന്ന് പരിശോധിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിലെന്താണ് BJPയെ സ്തുതിക്കുന്നത്? എന്താണ് BJPയുടെ രാഷ്ട്രീയം അംഗീകരിക്കുന്നത്? ഒരു രാഷ്ട്രീയ പാർട്ടി സ്വന്തം പരാജയങ്ങൾ പരിശോധിക്കണമെന്ന് പറയുന്നത് BJP അനുകൂലിക്കലാണോ? അതോ കോൺഗ്രസിന്റെ ഇന്നത്തെ പ്രശ്നം തന്നെ ഇതാണോ? ആരെങ്കിലും സ്വന്തം പാർട്ടിയുടെ തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ അത് കേൾക്കാനുള്ള മനസ്സില്ല ഇവർക്ക്. വിമർശനം കേൾക്കാൻ തയ്യാറല്ല. പകരം വിമർശിച്ച ആളെ തന്നെ കുറ്റപ്പെടുത്തുക, കുറ്റക്കാരനാക്കുക. ഇതാണോ കോൺഗ്രസ് നിങ്ങളുടെ രാഷ്ട്രീയ തന്ത്രം? ശശി തരൂർ ഒരു പുറത്തുനിന്നുള്ള വ്യക്തിയല്ല, കോൺഗ്രസിന്റെ തന്നെ നേതാവാണ്. ദേശീയ തലത്തിൽ പാർട്ടിയെ പ്രതിനിധീകരിച്ചിട്ടുള്ള വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരാൾ പാർട്ടിക്കൊരു കണ്ണാടി കാണിച്ചാൽ ആ കണ്ണാടിയിൽ കാണുന്ന മുഖം മോശമാണെങ്കിൽ കണ്ണാടി തല്ലിപ്പൊട്ടിച്ചിട്ട് കാര്യമുണ്ടോ? മുഖം തന്നെയല്ലേ പരിശോധിക്കേണ്ടത്? ഇവിടെയാണ് കോൺഗ്രസിനോട് ചോദിക്കാനുള്ള പ്രധാന ചോദ്യം വരുന്നത്. ശശി തരൂർ പറഞ്ഞതിൽ എന്താണ് തെറ്റെന്ന് കോൺഗ്രസ് വ്യക്തമായി പറയുമോ? ജെൻസി തലമുറയുടെ മനസ്സ് കോൺഗ്രസിന് മനസ്സിലായിട്ടുണ്ടോ? അവരുടെ ഭാഷ കോൺഗ്രസിന് അറിയാമോ? അവരുടെ പ്രശ്നങ്ങൾ കോൺഗ്രസ് കൃത്യമായി ഏറ്റെടുത്തിട്ടുണ്ടോ? അവരുടെ പ്രതിഷേധങ്ങളോടും രാഷ്ട്രീയ ബോധത്തോടും കോൺഗ്രസ് വേണ്ടത്ര ഗൗരവത്തോടെ ഇടപെട്ടിട്ടുണ്ടോ? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നതിന് പകരം ശശി തരൂരിനെതിരെ താക്കീത് നൽകുന്നത് എന്തിനാണ്? ശശി തരൂർ പറഞ്ഞതിൽ ഒരു കാര്യമെങ്കിലും തെറ്റാണെങ്കിൽ അത് തെളിവോടെ പറയൂ. അദ്ദേഹം BJPയുടെ ഏത് നയത്തെയാണ് പിന്തുണച്ചത് എന്ന് പറയൂ. BJPയുടെ ഏത് നിലപാടിനെയാണ് അദ്ദേഹം അംഗീകരിച്ചത് എന്ന് പറയൂ. അല്ലെങ്കിൽ സ്വന്തം പാർട്ടിയുടെ വീഴ്ച ചൂണ്ടിക്കാണിച്ചതിനാണ് ഈ കുറ്റപ്പെടുത്തലെങ്കിൽ അത് തുറന്ന് സമ്മതിക്കൂ. കാരണം ഒരു കാര്യം വ്യക്തമാണ്, സ്വന്തം വീട്ടിലെ പ്രശ്നം പറഞ്ഞ ആളെ പുറത്തുകാരനായി ചിത്രീകരിച്ചാൽ പ്രശ്നം തീരില്ലല്ലോ. KC വേണുഗോപാൽ പറയുന്നത് രാഹുൽ ഗാന്ധിയും വിദ്യാർത്ഥികളുടെ വിഷയങ്ങൾ ഏറ്റെടുത്തിരുന്നു എന്നാണ്. പെല്ലറ്റ് ഗൺ ഉപയോഗിച്ച വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ ആക്രമണം പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ചത് രാഹുൽ ഗാന്ധിയാണെന്നും അദ്ദേഹം പറയുന്നു. പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ നടന്ന പ്രതിഷേധം ജെൻസികൾക്ക് വേണ്ടിയായിരുന്നു എന്നും അദ്ദേഹം വാദിക്കുന്നുണ്ട്. ശരി, രാഹുൽ ഗാന്ധി ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അത് നല്ല കാര്യം തന്നെയല്ലേ? അതിനെ ആരും നിഷേധിക്കുന്നില്ല. പക്ഷേ ശശി തരൂർ പറഞ്ഞ ചോദ്യം അതല്ലല്ലോ. രാഹുൽ ഗാന്ധി ഇടപെട്ടോ ഇല്ലയോ എന്നത് മാത്രം പ്രശ്നമല്ല. ആ ഇടപെടലുകൾ ജെൻസി തലമുറയുടെ രാഷ്ട്രീയ മനസ്സിൽ എത്രത്തോളം പ്രതിഫലിച്ചു എന്നതാണ് ചോദ്യം. കോൺഗ്രസിന് അവരുടെ പ്രശ്നങ്ങളുമായി എത്രത്തോളം ബന്ധപ്പെടാൻ കഴിഞ്ഞു എന്നതാണ് ചോദ്യം. ജനങ്ങളുടെ പൾസ് കോൺഗ്രസിന് മനസ്സിലാകുന്നുണ്ടോ എന്നതാണ് ചോദ്യം. ഇത് പറയുന്നത് പോലും കോൺഗ്രസിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? പാർട്ടിക്കുള്ളിൽ ഇരിക്കുന്ന ഒരാൾക്ക് പോലും പാർട്ടിയുടെ പരാജയം ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്ത സാഹചര്യമാണെങ്കിൽ ജനങ്ങൾ എങ്ങനെ കോൺഗ്രസിനോട് പ്രതീക്ഷ വെക്കും? ശശി തരൂർ പറഞ്ഞത് കോൺഗ്രസിനെ തകർക്കാനല്ല, കോൺഗ്രസ് എന്തുകൊണ്ട് ചില മേഖലകളിൽ പിന്നിലായി എന്ന് പരിശോധിക്കാനാണ്. രാഷ്ട്രീയത്തിൽ ഇത് വളരെ സാധാരണമായ ആത്മപരിശോധനയാണ്. ഒരു തിരഞ്ഞെടുപ്പിൽ തോറ്റാൽ എല്ലാ പാർട്ടികളും പരിശോധിക്കും, ജനങ്ങൾ എന്തുകൊണ്ട് നമ്മളെ പിന്തുണച്ചില്ല, യുവാക്കൾ എന്തുകൊണ്ട് അകന്നു, പുതിയ തലമുറ എന്തുകൊണ്ട് നമ്മളെ സ്വീകരിക്കുന്നില്ല, നമ്മുടെ സന്ദേശം എന്തുകൊണ്ട് ജനങ്ങളിലേക്ക് എത്തുന്നില്ല. ഇത്തരം ചോദ്യങ്ങളാണ് ഒരു രാഷ്ട്രീയ പാർട്ടി ചോദിക്കേണ്ടത്. പക്ഷെ ഇവിടെ ചോദ്യം ചോദിച്ചാൽ തന്നെ പ്രശ്നം. ഇതാണോ കോൺഗ്രസിന്റെ അവസ്ഥ? ശശി തരൂരിനെ പോലെ കുറച്ചുകൂടി പക്വതയോടെ കാര്യങ്ങളെ കാണുന്ന ഒരാൾ സ്വന്തം പാർട്ടിയോട് ഒരു ആത്മപരിശോധന ആവശ്യപ്പെട്ടാൽ അതിനെ BJPക്ക് അനുകൂലമായ പ്രസ്താവനയായി ചിത്രീകരിക്കുന്നത് ശരിക്കും അത്ഭുതകരമല്ലേ? നാണമില്ലേ കോൺഗ്രസ് നിങ്ങൾക്ക്? നിങ്ങളുടെ സ്വന്തം പാർട്ടിയിലെ ഒരു നേതാവ് നിങ്ങളുടെ തെറ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു, നിങ്ങളുടെ രാഷ്ട്രീയത്തിലെ ഒരു പോരായ്മ ചൂണ്ടിക്കാണിക്കുന്നു. നിങ്ങൾ ചെയ്യുന്നതോ
പുതിയ തലമുറയെ മനസ്സിലാക്കുന്നതിൽ നിങ്ങൾക്ക് വീഴ്ചയുണ്ടായെന്ന് പറയുന്നു. ജനങ്ങളുടെ പൾസ് തിരിച്ചറിയണമെന്ന് പറയുന്നു. എന്നിട്ട് എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? അത് ശരിയാണോ എന്ന് പരിശോധിക്കുന്നതിന് പകരം BJPക്ക് സുഖിക്കുന്ന വർത്തമാനം പറയരുത് എന്ന് താക്കീത് നൽകുന്നു. അപ്പോൾ കോൺഗ്രസിന്റെ രാഷ്ട്രീയം എവിടെയാണ് എത്തി നിൽക്കുന്നത്? സ്വന്തം പാർട്ടിയുടെ തെറ്റ് സമ്മതിക്കാതിരിക്കുകയാണ് രാഷ്ട്രീയ പക്വതയെന്നാണോ നിങ്ങൾ കരുതുന്നത്? നിങ്ങളുടെ പാർട്ടിയിലെ നേതാവ് നിങ്ങളുടെ നേതാവിനെ വിമർശിച്ചാൽ അതിൽ വസ്തുതയുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതില്ലേ? അതിനു പകരം BJPക്ക് ഇഷ്ടപ്പെടുന്ന കാര്യം പറയരുത് എന്ന് പറയുന്നത് എന്ത് തരത്തിലുള്ള രാഷ്ട്രീയവാദമാണ്? ഇത് കേൾക്കുമ്പോൾ ഒരു പഴയ രാഷ്ട്രീയ രീതിയാണ് ഓർമ്മ വരുന്നത്. പഴയതല്ല, ഇപ്പോഴും അതുതന്നെയാണ്. ചോദ്യം ചോദിച്ചവനെ കുറ്റക്കാരനാക്കുക, വിമർശനം ഉന്നയിച്ചവനെ ശത്രുവാക്കുക, സ്വന്തം വീഴ്ചയെക്കുറിച്ച് സംസാരിക്കുന്നവനെ BJP അനുകൂലിയാക്കുക. അങ്ങനെ ചെയ്താൽ വിമർശനം അവസാനിക്കും. പക്ഷേ പ്രശ്നം അവസാനിക്കുമോ? ഒരിക്കലുമില്ല. അതുകൊണ്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടി മാറേണ്ടത്. കാലത്തിനനുസരിച്ച് മാറണം. പുതിയ തലമുറയെ മനസ്സിലാക്കണം. അവരുടെ ഭാഷയിൽ സംസാരിക്കണം. അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കണം. ഇത് തന്നെയല്ലേ ശശി തരൂരും പറഞ്ഞത്? അവരുടെ പ്രതിഷേധങ്ങൾക്ക് പിന്നിലെ കാരണങ്ങൾ മനസ്സിലാക്കണം. അവർ എന്തുകൊണ്ട് ഒരു പാർട്ടിയെ പിന്തുണയ്ക്കുന്നു, എന്തുകൊണ്ട് മറ്റൊരു പാർട്ടിയിൽ നിന്ന് അകന്നു നിൽക്കുന്നു എന്ന് പരിശോധിക്കണം. ഇതൊക്കെയാണ് ശശി തരൂർ പറഞ്ഞതിന്റെ കാതലെങ്കിൽ അതിനെ BJP അനുകൂല നിലപാടായി ചിത്രീകരിക്കുന്നത് എന്തിനാണ്? വീട്ടിൽ പ്രശ്നമുണ്ട്, വീട്ടിലെ ഒരാൾ പ്രശ്നം ചൂണ്ടിക്കാണിച്ചു, അപ്പോൾ പ്രശ്നം പരിഹരിക്കുന്നതിന് പകരം ആ മനുഷ്യനോട് തന്നെ വഴക്കിടുന്നു. ഇതാണോ നിങ്ങളുടെ രാഷ്ട്രീയ പ്രതിബദ്ധത എന്ന് പറയുന്നത്? തരൂർ BJPയെ സഹായിക്കുന്നു എന്ന് പറയുന്നതിന് മുമ്പ് നിങ്ങളുടെ രാഷ്ട്രീയത്തിൽ ഏത് ദൗർബല്യമാണ് തരൂരിന്റെ വാക്കുകൾ പുറത്തു കണ്ടു വന്നത് എന്ന് നോക്കുക. അതാണ് പക്വത, അതാണ് രാഷ്ട്രീയ ബോധം, അതാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. പക്ഷേ വിമർശനത്തെ അടിച്ചമർത്തി ചോദ്യം ചോദിച്ചവനെ കുറ്റപ്പെടുത്തി സ്വന്തം നേതാക്കളോട് ആരും ഒന്നും പറയരുത് എന്ന രീതിയിലേക്ക് ഒരു പാർട്ടി പോകുകയാണെങ്കിൽ ആ പാർട്ടിക്ക് പുറത്തു നിന്നുള്ള വിമർശനങ്ങളെ നേരിടാനുള്ള ശക്തി എവിടെ നിന്നാണ് വരുന്നത്? എന്തായാലും നിങ്ങൾ വാദിക്കൂ, തെളിവുകൾ കൊണ്ടുവരൂ. രാഹുൽ ഗാന്ധി എന്തൊക്കെ ചെയ്തു എന്ന് പറയൂ, കോൺഗ്രസ് എന്തൊക്കെ ചെയ്തു എന്ന് പറയൂ, ജൻസികളുടെ പ്രശ്നങ്ങളിൽ പാർട്ടി എങ്ങനെ ഇടപെട്ടു എന്ന് വിശദീകരിക്കൂ. ഞങ്ങൾ ഒന്നും ചെയ്തില്ല എന്ന് തരൂർ പറഞ്ഞിട്ടില്ലല്ലോ. മറിച്ച് ചെയ്ത കാര്യങ്ങൾ കൂടുതൽ ഫലപ്രദമാക്കേണ്ടതുണ്ടോ എന്ന് പരിശോധിക്കണം എന്നാണ് പറഞ്ഞത്. അതുപോലും കേൾക്കാൻ തയ്യാറായില്ലെങ്കിൽ പിന്നെ കോൺഗ്രസിനോട് എന്താണ് പറയാനുള്ളത്? ഒരു നേതാവിന്റെ പ്രവർത്തനത്തെ ചോദ്യം ചെയ്യുന്നത് ശത്രുതയല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പരാജയം ചൂണ്ടിക്കാണിക്കുന്നത് ആ പാർട്ടിയെ തകർക്കാനുള്ള ശ്രമമല്ല. ചിലപ്പോൾ ഏറ്റവും സത്യസന്ധമായ വിമർശനം സ്വന്തം വീട്ടിൽ നിന്നാണ് വരുന്നത്. അത് കേൾക്കാനുള്ള ധൈര്യമാണ് ഒരു പാർട്ടിക്ക് വേണ്ടത്. അതുകൊണ്ട് കോൺഗ്രസിനോട് ഒരു ചോദ്യം മാത്രം: ശശി തരൂരിനെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞ കാര്യം ഒന്ന് ചർച്ച ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ? ജൻസി തലമുറ എന്തുകൊണ്ട് നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നു എന്ന് നിങ്ങൾ പരിശോധിക്കാമോ? ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് നമ്മൾ കണ്ടതാണ് ജന്തർ മന്ദറിൽ നടന്ന ആ ഒരു സമരം. അതിന് പിന്നിൽ പെട്ടെന്ന് കോൺഗ്രസ് അവിടെ എത്തുന്നു, രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ അവിടെ സമരം നടത്തുന്നു. എന്തിനു വേണ്ടിയിട്ടാ? അവരുടെ രാഷ്ട്രീയ ക്രെഡിറ്റിന് വേണ്ടിയിട്ട്. പിന്നീട് ആ സമരം വിജയിച്ചപ്പോൾ ഒക്കെ നമ്മൾ കണ്ടതാണ് ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ കോൺഗ്രസ് ഞങ്ങളാണ് സമരം വിജയിപ്പിച്ചത്, ഇത് ഞങ്ങളുടെ വിജയം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ടതാണ്. വലിയ കോലാഹലങ്ങൾ അവിടെ ഉണ്ടായി. അപ്പോൾ അവരുടെ യഥാർത്ഥ ലക്ഷ്യം യുവാക്കൾക്ക് വേണ്ടി സംസാരിക്കണം എന്നതല്ല. നമ്മൾക്ക് അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? അവരുടെ ലക്ഷ്യം ഞങ്ങളുടെ പാർട്ടിയാണ് അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരാണ് ഈ ഒരു സമരത്തെ വിജയിപ്പിച്ചെടുത്തത് എന്ന ഒരു രീതിയിലേക്കായിരുന്നു പിന്നീട് കാര്യങ്ങളൊക്കെ പോയത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, കോൺഗ്രസിൽ നിന്നുള്ളൊരു നേതാവ് തന്നെ അവരുടെ തെറ്റ് ചൂണ്ടിക്കാണിച്ചു. നിങ്ങൾ ഒരു ആത്മപരിശോധന നടത്തുന്നത് നല്ലതാണ്. KC വേണുഗോപാൽ അതിനെ കുറ്റപ്പെടുത്തി പറയുകയാണ്. ഇതാണിപ്പോൾ കോൺഗ്രസിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. പരസ്പരം നേതാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും പഴി ചാരിയിരിക്കുകയാണ്. എന്നാലും അവർ തെറ്റെന്താണെന്ന് മനസ്സിലാക്കുന്നില്ല. കോൺഗ്രസ് നടത്തിയ പ്രതിഷേധങ്ങൾ യഥാർത്ഥത്തിൽ യുവാക്കളുടെ പ്രശ്നം മനസ്സിലാക്കി അവരുടെ കൂടെ നിൽക്കാനായിരുന്നോ, അതോ ആ വിഷയത്തിൽ ക്രെഡിറ്റ് കോൺഗ്രസിന് സ്വന്തമാക്കാനായിരുന്നോ എന്നൊരു ചോദ്യം ഇന്ന് സ്വാഭാവികമായും ഉയരുന്നുണ്ട്. കാരണം ഒരു പ്രതിഷേധം നടത്തുന്നത് മാത്രം പോരാ, ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്നത് മാത്രം പോരാ, മുദ്രാവാക്യം വിളിക്കുന്നത് മാത്രം പോരാ, ഒരു വിഷയത്തിൽ രാഷ്ട്രീയമായി ഇടപെട്ടു എന്ന് പറയുന്നത് മാത്രം പോരാ. ആ വിഷയത്തിന്റെ ആത്മാവ് മനസ്സിലാക്കണം. ആ വിഷയവുമായി ബന്ധപ്പെട്ട യുവാക്കളുടെ വേദന എന്താണ്, അവരുടെ ആവശ്യം എന്താണ്, അവർ എന്തുകൊണ്ടാണ് തെരുവിൽ ഇറങ്ങുന്നത്, അവർക്ക് രാഷ്ട്രീയ പാർട്ടികളോട് എന്താണ് പറയാനുള്ളത് എന്നൊക്കെ മനസ്സിലാക്കണം. ഇവിടെയാണ് ശശി തരൂരിന്റെ വാക്കുകൾ വീണ്ടും പ്രസക്തമാകുന്നത്. കോൺഗ്രസ് യുവാക്കളോട് പ്രശ്നങ്ങൾ ഏറ്റെടുത്തോ എന്നതല്ല ചോദ്യം. ഏറ്റെടുത്തെങ്കിൽ അത് യുവാക്കൾക്ക് വേണ്ടി എത്രത്തോളം ആയിരുന്നു, അതോ കോൺഗ്രസിന്റെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി കൂടിയായിരുന്നു?
ജനങ്ങളുടെ പ്രശ്നത്തെ സ്വന്തം പാർട്ടിയുടെ രാഷ്ട്രീയ പ്രചാരണത്തിനുള്ള ഒരു അവസരമായി മാത്രം കണ്ടു. ഇതൊക്കെയാണ് പരിശോധിക്കേണ്ടത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം അദ്ദേഹം ഒരു പക്വതയുള്ള നേതാവാണ്. എന്തായാലും ശശി തരൂർ പറഞ്ഞത് 100% ശരിയാണ്. എന്തായാലും കോൺഗ്രസ് നേതാക്കൾ ഇത് മനസ്സിലാക്കാൻ തയ്യാറാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.